പറയുന്ന അതാണ് ശിർക്ക്. വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാ. ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചുപോയവരോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല. അപ്പൊ യാ ഇബാദല്ലാഹ് എന്നതിൽ പ്രാർത്ഥനയില്ല. അവിടെ ജിന്നുകളെ മലക്കുകളെ ഉദ്ദേശിച്ചാൽ ശിർക്കാകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. മനുഷ്യനെ ഉദ്ദേശിച്ചാൽ ശിർക്കാവൂല. വലിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ അനസ് മുസ്ലിയാർ ആലുവയിൽ പറയുന്നുണ്ട്. നിങ്ങൾ തോണി കടത്തുണ്ടാവുമല്ലോ, കടത്തിന്റെ അവിടെ ചെന്ന് രാത്രി 12 മണിക്ക് കടത്തുകാരൻ വന്നിട്ടില്ല. അപ്പൊ ഹൂന്ന് കൂക്കി. അതാരെ ജിന്ന് തോണിയും കൊണ്ട് വരുന്ന വിചാരിച്ചിട്ടാ? അല്ല, മനുഷ്യൻ വരുന്ന വിചാരിച്ചിട്ടാണ്. അതുപോലെയാണ് അത്രമാ സെൽഫി പറഞ്ഞത്. യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ മനുഷ്യനാണ് ഉദ്ദേശം. ജിന്നും മലക്കിനെ ഉദ്ദേശിച്ച ശിർക്കായി. അന്ന് ശിർക്കായിട്ടില്ല. 2009 ശിർക്കല്ല. ഇപ്പൊ എന്തുകൊണ്ട് ശിർക്കായി? ഇതാദ്യം മനുഷ്യനാണ് ഉദ്ദേശമെന്ന് പറഞ്ഞ ആൾ അബ്ദുസ്സലാം സ്വല്ലമിയാണ്. ലോകത്താദ്യമായിട്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം കണ്ടോ, തൗഹീദും നവയാഥാസ്ഥികര വ്യതിയാനം. ഇതിപ്പോ ഈ നവമടവൂരികൾ പലർക്കും അയച്ചു കൊടുക്കുക. ഈ യുവതന്റെ ഈ പുസ്തകം വാങ്ങിയിട്ട് ഞങ്ങളെപ്പോലത്തെ ആൾക്ക് അയച്ചു തരിക. KJയുടെ സർക്കുലറിൽ പറഞ്ഞ വാചകം പോലെ ഇതിന് ഫസ്റ്റ് പേജാ. നോക്കണങ്ങള് പച്ചക്ക് മടവൂരി ആശയം ഏറ്റെടുത്തിരിക്കുകയാണ്. മടവൂരി പറയേണ്ടതുള്ളൂ, വിജനമായ സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ വല്ല അപകടത്തിലും പെട്ടു. അപ്പോൾ നമ്മുടെ ശബ്ദം മനുഷ്യരിൽ ആരെങ്കിലും കേൾക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഓടി വരൂ എന്ന് വിളിച്ചു പറയൽ പോലും തൗഹീദിനെതിരാകുമെന്ന് സഹാബി വര്യന്മാർ തെറ്റിദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി എന്നാണ് മേൽ വിവരിച്ച ഹദീസിൽ സ്വീകാര്യമായതാണെങ്കിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത്. അപ്പൊ മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ട് മണ്ടിയേരിയോ എന്ന് പറഞ്ഞാൽ അതും കൂടി ശിർക്കാവുന്ന്. ആര് പേടിച്ച്? സഹാബികൾ പേടിച്ച്. എവിടെ അങ്ങനെ പേടിച്ചു എന്നുള്ളത് സുല്ലമി? ഇയാളെ ഏറ്റ് നടക്കുന്ന മടവൂരികളെ പച്ചക്കളവ് സഹാബികളെ പേരിൽ പറയാ. അങ്ങനെ സഹാബികൾ തെറ്റിദ്ധരിച്ചപ്പോ നബി തിരുത്തി കൊടുത്താത്രേ. യാ ഇബാദല്ലാഹ് എന്ന് മനുഷ്യരെ ഉദ്ദേശിച്ച് വിളിച്ചോളി, കുഴപ്പമില്ല. ഇതാണ് അബ്ദുറഹ്മാൻ സലഫി ഏറ്റെടുത്തത്. ഈ പുസ്തകം ഏതയുടെ ഫത്വയിലുള്ള വാക്ക് പോലും ജിന്നുകളോടും മലക്കുകളോടും ജിന്നുകളോടും നാം എന്ത് സഹായം ആവശ്യപ്പെട്ടാലും അത് അദൃശ്യവും അഭൗതികവുമായ മാർഗമാണ്. മരണപ്പെട്ടവരോട് ചോദിക്കുന്നത് പോലെ തന്നെ. ഇതുകൊണ്ടാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴും പല അപകടങ്ങളിൽ പതിച്ചപ്പോഴും അദ്ദേഹം അന്ന് ജീവിച്ചിരിക്കുന്ന വിഗ്രഹാരാധകന്മാരോടും കപടവിശ്വാസികളോടും സഹായം ചോദിച്ചിട്ട് പോലും മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടാതിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സഹാബിമാരും ഈ വാചകത്തിന് ആറ്റിക്കുറുക്കിയിട്ടാണ് KJ ഫത്വ ഉണ്ടാക്കിയിട്ടുള്ളത്. ശിർക്കായത് കൊണ്ടാണ് നബിയും സഹാബത്തും ജിന്നുകളോട് സഹായം തേടാതിരുന്നത്. ജിന്നുകളോട് നബിയും സഹാബത്തും സഹായം തേടിയിട്ടില്ല, തേടാൻ പാടില്ല എന്നാണ് നമുക്കും പറയാനുള്ളത്. നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിജനമായ സ്ഥലത്ത് എന്നാൽ യാ അല്ലാഹ് എന്നാ വിളിക്കേണ്ടത്, മണ്ടിയേരിയോന്നല്ല. എന്താ വിളിക്കേണ്ടത്? യാ അല്ലാഹ് യാ റഹ്മാൻ എന്നാണ്. ജനപ്രദേശത്തും വിജനപ്രദേശത്തും കരയിലും കടലിലും എല്ലായിടത്തും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഇയ്യാക നസ്തഈൻ പറഞ്ഞ സഹായ തേട്ടം അത് അള്ളാഹിനോടല്ലാതെ ആരോടും നടത്താൻ പാടില്ല. കടലൊന്നും പറ്റൂല, കരയൊന്നും പറ്റൂല, പുഴയൊന്നും പറ്റൂല, കുളത്തൊന്നും പറ്റൂല, മരുഭൂമിയൊന്നും പറ്റൂല, ജനപ്രദേശത്തുമല്ല, എവിടുന്നും പാടില്ല. ഇതാണ് മുജാഹിദുകൾ എക്കാലത്തും പറഞ്ഞു പോന്നിട്ടുള്ളത്. പക്ഷേ യാ ഇബാദല്ലാഹി എന്ന ഈ ഹദീസിനെ സംബന്ധിച്ച് അബ്ദുസ്സലാം സ്വല്ലമിയുടെ ആശയം ഏറ്റെടുത്തു. ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി 2009 പറഞ്ഞല്ലേ? നിങ്ങൾക്കറിയോ 2012 ജനുവരിയിൽ ഹനീഫ കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും ജമിയത്തുള്ളമക്ക് കൊടുത്ത പ്രബന്ധം, ആ പ്രബന്ധത്തിന്റെ 16ാമത്തെ പേജിൽ യാ ഇബാദത്തിനെ പറ്റി പറഞ്ഞത് കേട്ടോളൂ. സലഫി പറഞ്ഞ അതേ വാക്കുകളാ. യാ ഇബാദല്ലാഹി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. സൂക്ഷ്മ പഠനത്തിന് ശേഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തു അഹാദീസ് ദഈഫ വായിക്കുക, നമ്പർ 615. അപ്പൊ ഒരു ന്യൂനപക്ഷം ഇത് സഹിയാന്ന് പറഞ്ഞു കിട്ടിയില്ലേ? ഭൂരിപക്ഷം പണ്ഡിതന്മാരും ലൈഫാണെന്നാ പറഞ്ഞത്. അപ്പൊ ഒരു ചെറിയ ന്യൂനപക്ഷം സഹിയാന്ന് പറഞ്ഞുകൊണ്ട് 2012 ജനുവരി ഇക്കൊല്ലം ജനുവരി എഴുതി കൊടുത്തതാ. അടുത്തത്, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും ഇതിനാ അങ്ങനെ പറയണതെന്ന് അപ്പൊ ചോദിക്കല്. ലൈഫ് എന്നാണ് പറഞ്ഞ സ്വീകാര്യമാണെങ്കിൽ പോലും എന്തിനാ ഹനീഫ് എന്തിനാ പറഞ്ഞ്, സലഫി എന്തിനാ പറഞ്ഞ്? സനത് നോക്കാതെ തന്നെ, സനത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
യാ ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാളറായി പരിഗണിക്കണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. മലക്കും ജിന്നും പെടും 2012 ജനുവരിയിൽ ആരെഴുതി കൊടുത്തു? അനീഫ കായക്കൊടി എഴുതി കൊടുത്തു. അങ്ങനെയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അവരെ നമ്മൾ കാണുന്നില്ലെങ്കിലും ഹാളറായി പരിഗണിക്കണം. കൂടുതൽ എന്നാൽ സൂക്ഷ്മവും പ്രമാണബദ്ധമായ അഭിപ്രായങ്ങൾ നാം നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. എന്താ? ജിന്നും മലക്കൊക്കെ ആലമിന് ഗൈബിയാണ്. അതുകൊണ്ട് ഇതിന് മാറ്റൊന്നും വരുമല്ലോ. അവരെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. ഖുർആനുണ്ട് ഹദീസുണ്ട് അറിയാൻ കഴിയുള്ളൂ. ശരിയാണ്, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഹാളറാവും ചിലപ്പോ. ഫലമ്മാ ഹളറൂഹു, റസൂൽ ഖുർആൻ കേട്ടിട്ട് അവർ ഹാളറായി പറഞ്ഞിട്ടില്ലേ? റുഖിയ നടത്തുന്ന സന്ദർഭത്തിൽ രോഗിയുടെ നാവിലൂടെ സംസാരിക്കുന്നു. അപ്പൊ അവിടെ ഹാളറാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഹാളറാകാറുണ്ട്. ഇനി കേട്ടോളൂ. ബസ്സാർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകൾ മാത്രമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ശൈഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലുള്ളവർ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ജിന്നുകളോടുള്ള സഹായതട്ടം ശിർക്കാണെന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതായത് ഇബാദല്ലാഹ് കൊണ്ട് ഉദ്ദേശം മലക്കുകൾ മാത്രമാണെന്നാണ് അൽബാനി, സാലി ആലി ശൈഖ് പോലുള്ളവർ പറയുന്നത്. അപ്പൊ നമ്മൾ കാണാത്ത അടിമകൾ എന്ന് പൊതുവായ അർത്ഥം ഹദീസിലുള്ളത് കൊണ്ട് ജിന്നു ആകാം മലക്കു ആകാം. അവരാണല്ലോ നമ്മൾ സാധാരണ കാണാത്തവർ എന്ന് പറയാൻ പറ്റൂല. അവിടെ ജിന്ന് അവിടെ ഉണ്ട് എന്നതിന് നെസ്സില്ല, മലക്കുണ്ട് എന്നുള്ളതിനെ നെസ്സുള്ളൂ. അത് മലക്കിനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ശിർക്കല്ല. ജിന്നിനെ ഉദ്ദേശിച്ചോ റിജാൽ ഗൈബിനെ ഉദ്ദേശിച്ചോ പറഞ്ഞാൽ അത് ശിർക്കാവും. കാരണം അവരവിടെ ഹാളറില്ല. ഈ നിലക്ക് അൽബാനി വിശദീകരിച്ചിട്ടുണ്ട്. അതല്പം ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്, അടിവരയിട്ടുണ്ട്. നീ കേട്ടോളൂ. ഒരാളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിക്റിന്റെ ഭാഗമാണിത് എന്ന് ശൈഖ് സാലി ആലി ശൈഖിന്റെ അഭിപ്രായം കൂടി നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക. ഇത് സഹീഹാണെന്ന് പരിഗണിച്ചാൽ തന്നെ ഇത് അത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുമാണെന്നാണ് പണ്ഡിതാഭിപ്രായം. അപ്പൊ ഒരു ദിക്ർ എന്ന നിലക്ക് അത് ചെല്ലാം. ചെറിയ ദുർബലത ഉണ്ടെങ്കിലും അത് പരിഗണിക്കേണ്ടതില്ല എന്ന് നബവി മുതൽക്ക് ഇങ്ങോട്ട് സാലി ആലി ശൈഖ്, ഇന്നത്തെ സൗദിയിൽ ഔഖാഫ് മന്ത്രി വരെ, അദ്ദേഹം വലിയ പണ്ഡിതനാ, അദ്ദേഹം വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് മാത്രം ബാധകാണ്. മരുഭൂമിയിൽ വെച്ച് മാത്രം, വിജനമായ സ്ഥലത്ത് മാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. ഹനീഫ എഴുതുക. ഇനി കേട്ടോളൂ. ദുർബലമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ലെന്നത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ നടത്തിയ അത്തരം ചർച്ചകളെ കേവലം വൈജ്ഞാനിക ചർച്ചകളായി മാത്രമാണ് നാം കണക്കാക്കേണ്ടത്. സുഹൃത്തുക്കളെ, 2009 അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ അതേ വിഷയമാണ് ഇപ്പൊ ആര് പറഞ്ഞത്? ഇവിടെ അനീഫ് കായക്കൊടി പ്രബന്ധം എഴുതി ജംഇയ്യത്തുൽ ഉലമക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിന് മാറ്റം വരുത്തിവര് എന്തിന് മാറ്റം വരുത്തി? അതാണ് ഇവിടെ അറിയേണ്ടത്. ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? മുജാഹിദ് പണ്ഡിതന്മാർ ആരും തന്നെ യാ ഇബാദല്ലാഹി എന്നതിൽ ജിന്നും മലക്കും ഉൾപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. ഒക്കെ മനുഷ്യരുദ്ദേശിച്ചാ പറഞ്ഞത്. എന്നാ കേട്ടോളി, ഇതുവരെ നമ്മൾ പുറത്തിറക്കാത്ത സാധന ഇത് സൽസബീലാണ്. സൽസബീലിന്റെ 3-ാം പുസ്തകത്തിൽ എഴുതാണ്. സൽസബീൽ പത്രാധിപർക്ക് എന്നിട്ട് കത്തൊക്കെ അതിൽ ആദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. എൻ ബി അബ്ദുസലാം മൗലവിന്റെ കത്താണ്. അതിനുശേഷം ചോദ്യം, ഇവിടെ പയ്യോളി പ്രധാനപ്പെട്ട ഒരു സുന്നി മുസ്ലിയാർക്ക് കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി താഴെ കൊടുക്കുന്നു. അതിനെപ്പറ്റി സൽസബീലിന്റെ അഭിപ്രായം എന്താണ്? ചോദ്യം എന്താണെന്നറിയോ? മൊയ്യത്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ആണെങ്കിൽ അത് ഖുർആന്റെയും സഹിഹ് ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കാമോ എന്നാണ്. ഇത് നമ്മളെ ആളുകള് പയ്യോളിയിൽ ഒരു മുസ്ലിയാർക്ക് കൊടുത്ത ചോദ്യം. എന്നിട്ട് അതിന് അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനം എഴുതി തരുവാനായി പുളിക്കൽ അറബി കോളേജിലെ വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു. അബ്ദുറഹ്മാൻ പാലത്ത്, ഫോക്കസിലെ ഇപ്പോഴത്തെ നേതാവ്. തലയെടുപ്പുള്ള സുന്നി മുസ്ലിയാക്കൾ എല്ലാവരും അവതരിപ്പിക്കാറുള്ള രേഖകളാണിവ. അവ എത്രത്തോളം പര്യാപ്തമായ രേഖകളാണ്, അതായത് ആ രേഖകൾ അവരെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ മറുപടിയിലുള്ളത് സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു. പാലത്ത് പഠിക്കണ കാലത്ത് പോയത്ത് എഴുതിയതാ വിചാരിക്കണ്ട. പാലത്തിന് അങ്ങനെ പല പോയത്തവും പറ്റിയെന്ന് പറയണ്ട. ഈ മറുപടിയിലുള്ളത് സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു. എന്നിട്ട് മുസ്ലിയാർ കൊടുത്ത മറുപടി, ഒന്ന് മൂപ്പര് കൊടുത്തത് മൻ അൻസാരിയിലല്ലാഹ്, ആലിംബ്രാനിലായത്, അതിന് നമ്മളെ പാലത്ത് ഗണ്ണിച്ച്. രണ്ടാമത്തത് എന്താണെന്നറിയോ?
വരൾച്ച ബാധിച്ചപ്പോ ഒരാൾ റസൂലിന്റെ ഖബറിങ്ങ ചെന്നിട്ട് ഇസ്തസ്കിലി ഉമ്മത്തിക്ക പറഞ്ഞല്ലോ, അതിനെയും മൂപ്പര് ഗണ്ണിച്ച്. എന്നിട്ടോ മൂന്നാമത്തത് എന്താ? സുന്നി മുസ്ലിയാർ പറയുന്നു, കേട്ടോളി. ഇബ്നു സുന്നിയും തൊബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും സഹായം ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ഗണ്ണനം, പാലത്തിന്റെ ഗണ്ണന. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ബിൻ അലി എന്ന ആൾ ഉത്ബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞ നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. മജ്മഉ സവായിദ്. ഇനി ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും, ഇതിനങ്ങനെ സങ്കല്പിക്കണത് ഇപ്പൊ പറഞ്ഞതാ, ലൈവ് പറഞ്ഞ പൊട്ട തട്ട, പിന്നെ സങ്കല്പിക്കല അവിടെ. അത് ജിന്നിക്ക് കൊണ്ടുപോവുക. ആരാ കൊണ്ടുപോണത്? ഉമ്മർ മൗലവി. പിന്നെ ആരാ? ശ്രീമാൻ അബ്ദുറഹ്മാൻ പാലത്ത്. എന്നോട് ഇയാൾ പറയാ, ഒന്നുകിൽ ജമിയത്തിന്റെ ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ രാജിവെച്ച് പോകുക. ജമിയത്തിന്റെ മീറ്റിംഗിൽ ഇയാൾ പറയാ, സംഘടന പിളർന്നപ്പോ തൂക്കം നോക്കി കിട്ടുന്ന ആളായാള് അതെങ്ങനെ പൈനവുമേ കളിച്ച് ആള് കൂടുതലപ്പം കിട്ടുന്നത്. എന്നിട്ട് അയാൾ ജമിയത്തിന്റെ മീറ്റിംഗ് ഒന്നുകിൽ ഇതിനോട് യോജിച്ച്, അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാം. കാരണം എന്നത് ഇന്നെ പറയാനായിട്ട് വിളിച്ച മീറ്റിംഗാ. TP തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാവരും CD ടവറിൽ നടന്ന ചർച്ചനെ കുറിച്ച് അഭിപ്രായം പറയണത്. അതൊരു ചതിയായിരുന്നു. ഞാൻ പിന്നെ പറയുന്നുണ്ട്, ഇരിക്കട്ടെ. ആ പറഞ്ഞ ആള് പറയാണ്, ഇനി ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ ഒരു കാര്യമല്ല, വെറുതെ സങ്കല്പിക്കല്ലേ. വിവാദ വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്താ വാദം? കേട്ടോളി. വാദം മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റയ്ക്ക് അകപ്പെട്ടു വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി മൂപ്പര് പറയുന്നതാ കേൾക്കേണ്ടത്. ധൈര്യച്ചോ നവമടവൂരികളെ, മറുപടി പറയണം. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഓരോന്ന് അള്ളാഹ് ഇങ്ങനെ ഇറക്കി തരിക. ഈ ക്ലിപ്പ് ഉണ്ട് നിങ്ങള്. ഇവന് വിവാദമായിട്ട് ഇറങ്ങുന്നത് 2 ആഴ്ച മുമ്പ് കൊണ്ടുവന്നിട്ടെന്നതാ. ഇപ്പൊ കണ്ടോ? ഒന്നുകൂടി കേട്ടോളി ആ ഭാഗം. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഗതിമുട്ടിയ മുഅ്മിൻ ആരെയാ പ്രതീക്ഷിക്കണത്? അള്ളാഹനല്ല, മലക്ക് സഹായിക്കും, ജിന്ന് സഹായിക്കും. അച്ഛ മുശ്രിക്കായി പോയില്ല ഇയാൾ തൗബ ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഒരു തൗബ വരും. ഇപ്പൊ തൗബന്റെ കാല. ആലോചിച്ച് നോക്കണം നിങ്ങള്. മലക്കും ജിന്നും മുജാഹിദുകൾ ആരും പറഞ്ഞിട്ടില്ല എന്നാ അബ്ദുറഹ്മാൻ സലഫി. ഇവര് പൊതുജീവിതം അവസാനിപ്പിക്കുന്ന ഇടക്കിടക്ക് പറയില്ല. അതിപ്പോ ഇതിന് പറഞ്ഞൊന്നും അറിയില്ല. ഇടക്കിടക്ക് പറയും പൊതുജീവിതം അവസാനിപ്പിക്കും. ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി കേട്ടോളി. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമെന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഒരു സിദ്ദീഖിന്റെയും പേരെടുത്തു പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. വളരെ വ്യക്തമായിട്ട് ഇവിടെ എടുത്തു പറയാണ് സുഹൃത്തുക്കളെ. ഇനി ആജറ ബീവി സംബോധത്തിൽ പറയുന്നുണ്ട്. അതെന്നറിയോ? സുന്നി മുസ്ലിയാർ പറയുന്നു, പൂർവ്വ സമുദായങ്ങളിൽ പോലും അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന പതിവുണ്ടായിരുന്നെന്ന് ബുഖാരിയുടെ ഹദീസ് കാണുക. ഇസ്മായിൽ നബിയുടെ മാതാവ് വെള്ളം കിട്ടാതായി ചുവിശയാവുകയും കുഞ്ഞിന്റെ രോദനം സഹിക്കാൻ വയ്യാതാവുകയും ചെയ്തപ്പോൾ സഫാ മർവ എന്നീ പർവ്വതങ്ങൾക്കിടയിൽ ഓടിത്തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മർവയുടെ മേലെത്തി. അപ്പോൾ എന്തോ അവ്യക്തമായൊരു ശബ്ദം കേട്ടു. ആ അവസരത്തിൽ ഇസ്മായിൽ നബിയുടെ മാതാവ് ഇപ്രകാരം പറഞ്ഞു, താങ്കൾ ശബ്ദം കേൾപ്പിച്ചു, എന്നാൽ താങ്കളുടെ അടുത്ത് വല്ല സഹായവും ഉണ്ടെങ്കിൽ സഹായിക്കണേ. പാലത്തിന്റെ ഖണ്ഡനം. ചോദ്യത്തിലെ വിഷയവും മുസ്ലിയാർ അവതരിപ്പിക്കുന്ന രേഖയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
ഹാജറ റളിയല്ലാഹു അൻഹ അത്യധികം വിഷമം കൊടുമ്പിരിക്കൊണ്ട സമയത്ത്, ഒരു മനുഷ്യനെ കാണാൻ അങ്ങേറ്റം കൊതിച്ച സമയത്ത് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നിങ്ങളാൽ വല്ല കഴിവുണ്ടെങ്കിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. ഇതാണ് ഹദീസിലുള്ളത്. മൊയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചേർന്ന ഈ നിലക്കാണോ? വല്ല ശബ്ദവും കേട്ടിട്ടാണോ ഇവർ തേടുന്നത്? എന്താണ് ഈ മുസ്ലിയാർ പറയുന്നത്? അവ ശബ്ദം കേട്ടാ തേടാ. ഇതന്നെ അനസ് മുസ്ലിയാരും പറഞ്ഞത്. ഏയ് ഭാര്യ, ഞാനിങ്ങനെ കുളിമുറിയിൽ കുളിക്കാണ്, സോപ്പ് തീർന്നുപോയി, ഭാര്യ അടുക്കളയിലാണ് എങ്കിൽ ഹാജറാബി സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? ആ സോപ്പിങ് എടുത്തോ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല. അതുപോലെയാണ് മലക്കിന്റെ സാന്നിധ്യം ഉറപ്പിച്ചിട്ട്, അവിടെ മലക്കുണ്ടെന്ന് ബോധ്യായിട്ട് ശബ്ദം കേട്ട് ഉറപ്പിച്ചിട്ട് ഒരാൾ വിളിച്ചാൽ അത് തെറ്റല്ല, ശിർക്കല്ല, അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അനസ് മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 150 കൊല്ലത്തിനപ്പുറത്തുള്ള അറബി പണ്ഡിതന്മാരല്ലാതെ ഒരൊറ്റ മുജാഹിദ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉമർ മൗലവിയുടെ തൗഹീദിലാണ്. ഇപ്പോഴാ ആരപ്പ ഉമർ മൗലിന്റെ തൗഹീദില്? ഉമർ മൗലികളെ കണക്കനുസരിച്ച് ശിർക്കിലേക്ക് പോയില്ലേ? കണ്ണിൽ കാണാത്തവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാണ് ഉമർ മൗലി പഠിപ്പിച്ച്. ജിന്നും മലക്കും കണ്ണ് കാണാത്തല്ലേ, അപ്പൊ അതിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ്. ഗതി മുട്ടിയ മോമിന് സഹായം പ്രതീക്ഷിക്കാന്നാ പറഞ്ഞത്. അല്ലല്ലാത്തവരോട് പ്രതീക്ഷിച്ചാൽ ശിർക്കായില്ലേ? ഇത് തിരുത്തിയിട്ടില്ല. നോക്കങ്ങള്, അപ്പൊ ഉമർ മൗലവിന്റെ തൗഹീദ് എന്ന് പറഞ്ഞിരുന്നാ പോരാ, ഒന്ന് നിങ്ങൾ സൽസബീലൊക്കെ ഇടയ്ക്ക് വായിക്കണം. ഇതിന്റെ പേരിലല്ലേ നിങ്ങൾ ഞങ്ങളെ ജിന്നൂരി എന്ന് വിളിച്ചത്? ഒന്നാമത്തെ മുശ്രിക്കാക്കൽ സമ്മേളനത്തിൽ കൊടുവള്ളിയിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ജിന്നൂരിയിൽ. എന്തിന്റെ പേരിൽ? യാ ഇബാദല്ലാഹി എന്നതിൽ ജിന്നും മലക്കും പെടുന്നു. മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളും പറഞ്ഞു. ജിന്നും മലക്കും അഭൗതികമാണെന്ന വിശ്വാസം ഉമർ മൗലവിക്ക് ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായിട്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നും മലക്കും. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ സഹായം? ഗതിമുട്ടിയ മുഅ്മിന് സഹായം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞാൻ ടിപിയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയും കൂടി ഫറൂഖിലെ കുത്തുബിൽ എന്താ വിഷയം? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ, ജിന്നു വേണോ? ഇയാൾ പ്രസംഗിക്കുക, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്നു. അനസ് പറയാ, ആയത്ത് പഠിപ്പിച്ചു. ഏതായത്ത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പിന്നെയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും. ഒക്കെ ജിന്നും മലക്കിനെയും ഉദ്ദേശിച്ച ശിർക്കായി എന്ന് പറയാനാ. അപ്പൊ ഉമർ മൗലിക്ക് ഇയ്യാക നഅ്ബുദു തിരിഞ്ഞില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, ചമ്മാടരിക്കാക്കല്ലേ ഇയാളെ പേര്? പയ അറബിയാസ് അഹ്മദി മദനി. അയാൾക്ക് തന്നെ പടിയാപ്പെടപ്പോയാലും അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു ഇങ്ങനെ ഓതുക. അയാളെ വിചാരമൊക്കെ അറബിയാസന്മാരെ മുമ്പിൽ ഇരിക്കണെന്നാ. അങ്ങനെ പറഞ്ഞൂടെന്നെ. വല്ല ട്രാൻസ്ഫറും ശരിയായി കൊടുത്തതിന് പാരവെക്കും വിചാരിച്ചിട്ട് അറബിയാസന്മാരൊന്നും ഉണ്ടാണ്ട് ഒത്തിരിക്കുമല്ലോ. ആ മാതിരി മുജാഹിദീങ്ങൾ കേൾക്കുന്ന ഇയാളെ വിചാരം KTF-ലുള്ള മാതിരി അങ്ങനെ ഓതന്നെ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. എത്ര സ്ഥലത്ത് ഓതി TP നിങ്ങളൊക്കെ. ഇതാ ഞങ്ങൾ പറയുന്നത്, സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് വേണം, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ നിലപാട് മനസ്സിലാക്കിയിട്ട് വേണം വിഷയം പറയാൻ. അല്ലെങ്കിൽ കൊളത്ത് ചാടും. ഇപ്പൊ കൊളത്ത് ചാടിയില്ലേ? ഞങ്ങൾ പറഞ്ഞതിന് തെളിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്ക. സലഫി ഉലമാക്കളത് പഠിക്കണം. മൂവാറ്റുപുഴയിൽ പറഞ്ഞ മറുപടി തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു മുസ്ലിയാരുടെ കരുവമ്പോയിൽ മുസ്ലിയാര് അയാൾ എഴുതിയിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ പറഞ്ഞ ആ ഉത്തരം തെറ്റായിരുന്നു എന്നാ. യാ ഇബാദത്തിൽ ശിർക്കുണ്ടെന്ന് അയാൾ പറയുന്നത്. കേട്ടോളൂ, ഇതാ: ജിന്നുകൾക്കും മലക്കുകൾക്കും നമ്മുടെ തേട്ടങ്ങൾ കേട്ട് ഉത്തരം ചെയ്ത് സഹായിക്കാനും അപകടങ്ങൾ രക്ഷിക്കാനുള്ള കഴിവുണ്ടാകുമോ? വിളിക്കുന്നവന്റെ ചിന്ത അനുസരിച്ചാണോ അദൃശക്തികളായ ജിന്നുകളുടെയും മലക്കളുടെയും കഴിവ്? ഇങ്ങനെ ജിന്നുകളോടും മലക്കളോടും തേടിയാൽ അത് പ്രാർത്ഥനയാവുകയില്ലെന്നാണ് ഈ മൗലവി എഴുതിയത്. മുവഹിദായ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇത്? ആരെപ്പറ്റി? അബ്ദുൽ ജബ്ബാർ മൗലവിയെ പറ്റി. മുവഹിദായ ആർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പൊ 2007 മുതൽ 2012 വരെ അത് അംഗീകരിച്ച മുജാഹിദീങ്ങളൊക്കെ പിന്നെ മുവഹിദുകളല്ലേ, മുശ്രിക്കുകളാ? എന്തായി മുസ്ലിയാർ എഴുതുന്നത്? ഇനി കേട്ടോളൂ, മൂവാറ്റുപുഴ മറുപടിനെ പറ്റി പറയാ. തീർച്ചയായും ഒരു യഥാർത്ഥ മുജാഹിദ് പറയേണ്ട മറുപടി തന്നെയാണത്.
എന്താ മൂവാറ്റുപുഴയിലെ ചോദ്യം ഇങ്ങനെയാണ്: വിജനപ്രദേശത്ത് വെച്ച് അവിടെ ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഒരാൾ യാ ഇബാദല്ലാ അഈനൂനി എന്ന് അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് വിളിച്ചു പറഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്തവർ ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന ആണോ അല്ലേ? കണ്ടോ, ഇവിടെ ജിന്നുകളെന്നും മലക്കെന്നും സഹായം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കൂ എന്ന് അവരോട് സഹായം തേടുന്നതിനെ പറ്റിയാണ് ചോദ്യം. എന്നിട്ടെന്താ മറുപടി? തീർച്ചയായും ഒരു യഥാർത്ഥ മുജാഹിദ് പറയേണ്ട മറുപടി തന്നെയാണ് മുജാഹിദ് പക്ഷം അവിടെ നൽകിയത്. ആ മറുപടിയും കാണുക. കരുമ്പോയിൽ എഴുതുക: യാ ഇബാദല്ലാ അഈനൂനി എന്ന് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് മലക്കുകളെയും ജിന്നുകളെയും ഉദ്ദേശിച്ച് വിളിച്ചാൽ അത് ശിർക്കാണെന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് തർക്കമില്ല. ഈ മറുപടിയെ വെല്ലുവിളിച്ച് പുതിയ തീരുമാനമാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന്റെ അർത്ഥം ജിന്നുകളെയും മലക്കളെയും വിളിച്ചെന്ന് ശിർക്കാവുകയില്ല എന്നല്ലേ? കണ്ടോ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്കാലത്ത് ഏറ്റെടുത്ത് പറയാൻ ഇന്നലെ മിഞ്ഞാന്ന് കടന്നു വന്ന ഈ മുസ്ലിയാർക്കും മനസ്സ് മുസ്ലിയാർക്കൊക്കെ ആരാ അധികാരം നൽകിയത്? ഒരു പേജ് അറബി ഒന്നായി വായിക്കാൻ അറിയില്ല. എന്നിട്ട് പറയാ 100,000 പണ്ഡിതന്മാര് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല, പിന്നെ ഞാനാണ് പണ്ഡിതൻ, ഞാൻ പറഞ്ഞ എല്ലാവരും സ്വീകരിച്ചോളണം. ഈ രൂപത്തിലൊക്കെ ഒരാൾ എഴുതാൻ തന്നെയാൽ എന്തായാലും ശരി. ഇതിന് പാവപ്പെട്ടവരെ തൗഹീദ് നമ്മൾ പോക്കറ്റ് അടിക്കാന്ന് അയാൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ യാ ഇബാദല്ലാ അഈനൂനി എന്നതിനെ പറ്റി ഉമർ മൗലവി പറഞ്ഞത്, പാലത്ത് അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞത്, അത് സൽസബീലിന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞത്, അതൊന്നും ഇതുവരെയും തിരുത്തിയിട്ടില്ല. മാത്രല്ല ഇയാൾ എഴുതിയത് കേട്ടോളൂ, നിങ്ങള് കരുമ്പോയിൽ എഴുതാ: ഉത്തരം ചെയ്ത് സഹായിക്കുക എന്ന കാര്യത്തിൽ മരിച്ച മഹത്തുക്കളും ജീവനുള്ള ജിന്നുകളും മലക്കുകളും എല്ലാം തുല്യരാണ്. മരിച്ചോനും ജിന്നും എങ്ങനെ തുല്യാകും സുഹൃത്തുക്കളെ? ലാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്ത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ? ജീവനുള്ളവരും മരിച്ചവരും ഒരിക്കലും സമാവൂല. എന്തിനധികം 2007 മാർച്ച് 2 ഇയാള് തന്നെ സമസ്തക്കാരെ പൊയ്വടികൾ 123-ാമത്തെ ലേഖനം MP ഖാദിർ കരുമ്പോയിൽ അയാൾ എഴുതുന്നത് കേട്ടോളൂ. ഇങ്ങനെ മുസ്ലിയാർക്ക് മറുപടി എഴുതാ: തന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയനോട് ഒരു മുസ്ലിയാർ ഇപ്രകാരം ചോദിച്ചു എന്ന് വെക്കുക: വലിയെ അങ്ങ് എന്നെ മുഅ്മിനായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഇത് ശിർക്കാണ്. ഭൗതിക ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മലക്കുകളോട് ചോദിച്ചാലും, ഭൗതിക ലോകത്താട്ടാ, ഭൗതിക ലോകത്തല്ല, ജിന്നുകളോട് ചോദിച്ചാലും ഈ തേട്ടത്തിന്റെ അവസ്ഥ ശിർക്കു തന്നെ. കാരണം സൃഷ്ടികളെ കഴിവിനപ്പുറമുള്ള കാര്യമാണിത്. വസ്തുത ഇതായിരിക്കെ മലക്കുകളോടും ജിന്നുകളോടും മഹാത്മാക്കളായ മനുഷ്യരെ തുലനം ചെയ്തത് ഫൈസിയുടെ വിവരക്കേടല്ലെങ്കിൽ മറ്റെന്താണ്? കണ്ടോ? അപ്പോ മലക്കുകളെയും ജിന്നുകളെയും മരിച്ചവരോട് തുലനം ചെയ്ത വിവരക്കേടാണെന്ന് 2007 എഴുതി. ആ വിവരക്കേട് ഇപ്പൊ ഇയാളും വിളമ്പി. ഈ രൂപത്തിൽ വൈരുദ്ധ്യങ്ങൾക്കുമേൽ വൈരുദ്ധ്യമാണ് ഈ ലേഖനങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ വ്യക്തമായ മറുപടി ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതായിരുന്നാലും ഞങ്ങൾ പറയട്ടെ, ഇത്ര കാലം നിങ്ങൾ ഇത് പറഞ്ഞാണ് മുജാഹിദുകളെ ഭിന്നിപ്പിച്ചത്. ഈ ഒരൊറ്റ ഹദീസിന്റെ പേരിലാണ് നിങ്ങൾ ആളുകളെ ചേരിതിരിച്ചത്. 2011 നിങ്ങൾ തുടങ്ങിയ KNM ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയ KJU വിശദീകരണങ്ങളിലൊക്കെയും ഈ ഒരു ഹദീസിന്റെ പേരും പറഞ്ഞ് മുജാഹിദുകളെ നിങ്ങൾ ഭിന്നിപ്പിച്ചു. ഓരോ യൂണിറ്റിനും ഭിന്നിപ്പിച്ചു. ഇസ്ലാഹി സെന്ററുകൾ ഭിന്നിപ്പിച്ചു. ചേട്ടനും മനുഷ്യനും തെറ്റി, ബാപ്പയും മക്കളും തെറ്റി. അങ്ങനെ വീടുകളിൽ നിന്ന് ബഹിഷ്കരിക്കാണ്, വീട്ടിൽ കയറ്റാത്ത അവസ്ഥ, പള്ളി പോകാൻ പറ്റാത്ത അവസ്ഥ, സലാം പറയാത്ത അവസ്ഥ. ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ ഹദീസിന് ഈ വിഭാഗം അബ്ദുറഹ്മാൻ സലഫിയും TPയും കൊണ്ടുവന്നിട്ടുള്ള ഈ പുതിയ അർത്ഥം നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് പച്ചക്ക് ശിർക്കാരോപിക്കാണ്. TP അബ്ദുള്ള മദനി ഈ കഴിഞ്ഞ സെപ്റ്റംബർ 12 തലശ്ശേരിയിൽ വെച്ച് ആദർശ വിശദീകരണത്തിൽ പറയുന്നത് കേട്ടോളൂ. മരിച്ചുപോയ മഹാരഥന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അല്ലാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ?
എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നെടുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? എന്നോട് വിശ്രമിക്കാൻ പറയാം മൂപ്പര്. മൂപ്പര് 1.5 കൊല്ലം പറഞ്ഞിട്ട് ഞാൻ 2 സ്ഥലത്ത് വിശദീകരിച്ചിട്ടുള്ളൂ. അപ്പോഴത്തെ എന്നെ വിശ്രമിപ്പിക്കുക. എന്തത്ര ബേജാറ്? ഞാനൊന്ന് വിശദീകരിക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയ വിശദീകരണല്ലേ 2011? ഇപ്പൊ 2012 നവംബറായി. 2012 സെപ്റ്റംബറിലാണ് മൂപ്പര് പറയുന്നത്. എന്താ പറഞ്ഞത്? വിജനമായ സ്ഥലത്ത് എന്ന അള്ളാനെ വിളിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാത്ത സങ്കല്പിച്ച് ജിന്നുകളെ വിളിച്ചു തേടാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ആരാണ് ടി പി പ്രേരിപ്പിച്ചത്? ഒരൊറ്റ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധിക്കോ? ഒരൊറ്റ ലേഖനം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധിക്കോ? പച്ച കളവല്ലേ ഈ പറഞ്ഞത്? മുജാഹിദ് പ്രവർത്തകരെ മേൽ ശിർക്ക് ആരോപിക്കാൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ, എന്നിട്ട് പറയാണ് നമ്മൾ അതിനുവേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. എനിക്കങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞാൽ പോരെ? ശിർക്കല്ല എന്ന് പറയാൻ ഇതിന് മണിക്കൂറുകൾ വേണോ? ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് മണിക്കൂർ വേണോ? എടവണ്ണ ജാമ്യയിൽ നടന്ന മുശ്രിക്കാക്കൽ സമ്മേളനം രാവിലെ 10 മണിക്ക് രാത്രി 1 മണിക്ക് അവസാനിച്ചത്. എന്തിനാ എത്ര മണിക്കൂർ? 12 മണിക്കൂർ. ശിർക്കാണെന്ന് പറയാൻ ഒറ്റ ആയത്ത് പോരെ? ഇന്നത് വേണ്ട ഓതിയാ പോരെ? എന്തിനായി 12 മണിക്കൂർ 18 മണിക്കൂറൊക്കെ നിങ്ങൾ ചെലവാക്കിയത്? അപ്പൊ സുഹൃത്തുക്കളെ, തനിച്ച ഇല്ലാത്തത് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത് മാത്രല്ല, ഇയാള് പറയാണ് പണ്ട് വളണ്ടിയർ കോറുകൾ ചെയ്തിരുന്നത് പോലെ ഒളി കേന്ദ്രങ്ങളിലൂടെ നമ്മൾ ഇത് പ്രചരിപ്പിക്കുന്നു. ഉത്തരവാദപ്പെട്ട ഒരാൾ പറയാൻ പറ്റിയ വാക്കതൊക്കെ കേട്ടോളി. അദ്ദേഹം പറയും, മുജാഹിദുകൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നു. മുജാഹിദുകളെ സംബന്ധിച്ച് ഇവിടെ ഈ നാട്ടിൽ മുഴുവൻ വാർത്ത വരുന്നു. അവർ ജിന്നിനോട് സഹായം തേടുന്നു, ജിന്ന് കൂടുന്നു, അടിച്ചിറക്കുന്നു. ഒരുപാട് മന്ത്രവാദങ്ങളെ സംബന്ധിച്ച് നാം കേൾക്കുന്നു. അപമാനകരമായ ഒട്ടധികം വാർത്തകൾ കൊണ്ട് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളത്. എന്നിട്ടും ചിലരെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ എന്താണ് ഉണ്ടായത്? ആരാണ് ഇവിടെ പറഞ്ഞത്? ആരാണ് ഈ വാദത്തിന്റെ ആളുകൾ? വളരെ നിസ്സാരമായി ഇതിനെ പറയുകയും ഇങ്ങനൊരു വിശദീകരണ യോഗം വെക്കേണ്ട ആവശ്യം എന്താണ്? അതൊന്ന് നിർത്താൻ പറയുമോ? നിർത്തിയാൽ എന്താണ് സംഭവിച്ചത്? ഇടക്കാലത്ത് ഈ വാദങ്ങളെ ശക്തമായി വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അത് ഈ ആളുകളെ ബോധ്യപ്പെടുത്താൻ, ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ആ വേരുകൾ മുറിച്ചു കളയാൻ, ഇതിനെ സ്വകാര്യമായി പാതിരാത്രികളിലും ഒളിക്കേന്ദ്രങ്ങളിലും വെച്ച് ഈ വികലമായ ഈ ആശയം, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോകുന്ന ഈ ആശയം, ആ ആശയം സ്വകാര്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ അത് വേദനിച്ച് അതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി അവരുമായി ബുദ്ധിപരമായ വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏർപ്പെട്ട് തെറ്റ് തിരുത്താൻ ഒട്ടേറെ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുകയും അതിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു മുജാഹിദ് കേരളം. എങ്ങനെയുണ്ട്? അങ്ങോട്ട് ഉണ്ടാക്കന്നെ. ഒളി കേന്ദ്രങ്ങളിലൂടെ പാതിരാത്രികളിലൂടെ സ്വകാര്യമായി ഇത് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ടി പിയുടെ നാട്ടിൽ നിന്നാ വെല്ലുവിളിക്കുന്നത്. ആണത്തമുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിന് തന്റെ ഇടമുണ്ടെങ്കിൽ ഒരു തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ. എവിടെ വെച്ച് ഒളി കേന്ദ്രങ്ങളിൽ വെച്ച്, സ്വകാര്യ കേന്ദ്രങ്ങളിൽ വെച്ച് ഞങ്ങളിത് പ്രചരിപ്പിച്ചത്? ഒരു തെളിവ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന ഒരു ആശയം മുജാഹിദുകൾ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഇയാൾക്ക് ഇത്ര കാലം നമ്മളെന്നും വിശ്വാസമില്ല. ISMലെ വിശ്വാസമല്ല, MSMലെ വിശ്വാസമല്ല. അയാൾക്ക് അത്രമാ സലഫിനും കോക്കസിനും മാത്രമേ വിശ്വാസമുള്ളൂ. ഇങ്ങനത്തെ ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ ആ സംഘടനയുടെ സ്ഥിതി എന്താകും? ഇല്ലാത്ത ആരോപണമല്ല ഈ പറഞ്ഞത്. പാതിരാത്രികളിലും ഒളി കേന്ദ്രങ്ങളിലും ഇരുന്ന് ഇത് പഠിപ്പിക്കുന്നു. എന്നിട്ട് അതിന്റെ വേരുകൾ കണ്ടെത്തിയ വേരപ്പ ഞാന് വേരിങ്ങനെ പിഴുതു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ടി പി ഇതൊക്കെ? നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് മടവൂരികൾക്ക് മറുപടി പറയാൻ? ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. 2009 പുറത്താക്കിയപ്പോ ചോദിച്ചു. സലീം ഉണ്ടായിരുന്നില്ലേ? സലീമിനോട് ചോദിച്ചു നോക്കൂ, എന്താണ് ടി പി ഇത്? അന്ന് ഞാൻ കരഞ്ഞുപോയി. നിങ്ങളൊക്കെ ഉള്ള കാലത്ത്, അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ വളരെ വിശ്വസിച്ചൊരു പിതാവിനെ പോലെ പറയാം, നിങ്ങളൊക്കെ ഉള്ള കാലത്ത് അബ്ദുറഹ്മാൻ സലീമൊക്കെ ഈ കളി കളിച്ച നിങ്ങളെ കാലം കഴിഞ്ഞ എന്തായിരിക്കും? അപ്പൊ എന്റെ വിചാരം ഇദ്ദേഹം നല്ല നിഷ്പക്ഷരാണ്. ഞാൻ കരഞ്ഞുപോയി ആ സന്ദർഭത്തിൽ. പിതാവിനോട് ഒരു മകൻ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പൊ മനസ്സിലായി, അദ്ദേഹം കൂടി കൂട്ടുന്നിട്ട് അത് അദ്ദേഹത്തെ കൊണ്ട് അബ്ദുറഹ്മാൻ സലഫി കളിപ്പിക്കാണോ, അബ്ദുറഹ്മാൻ സലഫി ഇദ്ദേഹത്തെ കളിപ്പിക്കാണോ എന്ന് ആളുകൾക്ക് തിരിയുന്നില്ല. ആളുകൾ പറയാൻ തുടങ്ങിയപ്പോ
ഇത് റബ്ബർ ടിപി എപി ഒക്കെ റബ്ബർ സ്റ്റാമ്പാണ്. അബ്ദുറഹ്മാൻ സലഫിന്റെ ഏകാധിപത്യമാണ്. അത് ഇയാൾക്ക് തീരെ സഹിച്ചൂടാ. നമ്മളൊക്കെ പിന്നെ പുറത്തെങ്ങനെ ഇരിക്കാന്നൊക്കെ ചോദിക്കും ഇടക്ക്. പക്ഷേ പറഞ്ഞു വരുമ്പോ ഒക്കെ അങ്ങനെ തന്നെയാണ്. അയാൾക്ക് ഒരു വിലയില്ല. എന്ത് സംസാരിച്ചു പ്രവർത്തകർ എന്ത് പോയി പറഞ്ഞാലും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിനോട് സംസാരിക്കട്ടോ എന്ന് അവസാന വാക്ക അയാളുടെ. കാരണം എന്താ? ഒന്നുകിൽ പാര വെക്കുന്നു പേടി, അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടുണ്ടാവും ഏത് കാര്യം ഞാൻ വന്ന് ചെയ്യാവൂ. ഏപ്പിനോട് പറഞ്ഞാലോ എന്നെ ഒക്കെ സംസാരിച്ച് ഇറങ്ങുമ്പോ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിനോടൊന്ന് പറയിട്ടോ. ഒരു ഏകാധിപത്യം. തെക്കൻ കേരളത്തിൽ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ നൂർഷിനോടൊന്ന് പറയിട്ടോ. ഈ നൂർഷി അബ്ദുറഹ്മാൻ സലഫിലെ മുജാഹിദ് പ്രസ്ഥാനം ഇല്ലേ? എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോണത്? ഇങ്ങനെ ഒരു ഏകാധിപത്യം ഈ പ്രസ്ഥാനത്തിൽ പണ്ടുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുജാഹിദുകളെ ചേരിതിരിക്കാൻ വേണ്ടി പറയാണ് ഒളി കേന്ദ്രങ്ങളിലൂടെ പ്രചരിപ്പിക്കാണ്. ആ ഒരൊറ്റ പ്രസംഗത്തിൽ എത്ര തവണയാണ് ശിർക്ക് ആരോപിച്ചെന്നറിയോ? ഇത് മാത്രല്ല, കൊടുവള്ളിയിൽ നടത്തിയ മുഖാമുഖത്തിൽ അനസ് മുസ്ലിയാർ പറഞ്ഞു കേട്ടോളൂ, തനിച്ച ശിർക്കാരോപണം. ഉമർ റളിയല്ലാഹു അൻഹു മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു, പേടിക്കണം നിങ്ങൾ ശിർക്കിനെ. നമുക്ക് ഒന്നുമില്ല, നമ്മള് മുജാഹിദുകൾ 30 കൊല്ലം മുജാഹിദ്, 40 കൊല്ലം മുജാഹിദ്, നമ്മൾ ശിർക്ക് വരൂല എന്ന് ആശ്വസിച്ചിരുന്ന് അവസാന ഈ രൂപത്തിൽ ജിന്നോടുള്ള സഹായ നേട്ടം ഭൗതികമാണെങ്കിൽ തേടാമത് ശിർക്കല്ല എന്ന് പറയുന്ന വാദത്തിലേക്ക് പോയി അപകടകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉയർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. റബ്ബ് തുണക്കട്ടെ. ഭൗതികമായത് ചോദിച്ചാൽ ശിർക്കല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചവരൊക്കെ പറഞ്ഞു ഹാളിറാണെന്ന്, സമീപത്തുണ്ടെന്ന്, ശബ്ദം കേൾക്കുന്ന പരിധിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കഴിവിൽപ്പെട്ട് ചോദിച്ചാൽ ശിർക്കല്ല. അല്ല, ജിന്നിനോട് ഭൗതിക കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കല്ല എന്നൊരു പൊതു പ്രസ്താവന ആരും നടത്തിയിട്ടില്ല ഈ ഒരർത്ഥത്തിലല്ലാതെ. അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശിർക്കാരോപണം നടത്തുകയാണ്. ഇതൊക്കെ പറഞ്ഞു, ടിപി പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, അനസ് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ മുജാഹിദുകൾക്കിടയിൽ നിങ്ങളൊക്കെ ജിന്നിനോട് തേടുന്ന ആളല്ലേ എന്ന് അമുസ്ലിങ്ങളും മറ്റ് പ്രസ്ഥാനക്കാരും ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പരസ്പരവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന ഒരവസ്ഥ എത്തി. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ജിന്നിന്റെ ആളല്ലേ, നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടുന്ന ആളല്ലേ. എവിടുന്നാണ് ഈ സാധാരണക്കാർക്ക് ഈ ആശയം കിട്ടിയത്? നേതാക്കന്മാര് പറഞ്ഞു പഠിപ്പിച്ചതാ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പവിത്രമായ ബാനർ ഉപയോഗിച്ച് ഇവർ നടത്തിയിട്ടുള്ള വിശദീകരണ യോഗങ്ങൾ മുജാഹിദുകളെ ചേരിതിരിക്കാൻ വേണ്ടി ശിർക്കാരോപണത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അവസാനം പ്രശ്നമായി. പലയിടത്തും തെളിവ് ചോദിച്ചു ആളുകൾ. തെളിവ് പറയും. ഇവിടെ വന്നിട്ട് ഏതാ തെളിവിട്ടത്? പൊന്നാനിയിൽ ഒരു ജിന്നമ്പലമുണ്ട്, മുസ്ലിം ജിന്നിനെ കുടിയിരുത്തിയ ജിന്നമ്പലം. എന്നിട്ട് അവിടെയുള്ള മുസ്ലിം ജിന്നിനോട് തേടാമെന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരിപാടിന്റെ ക്ലിപ്പ് ജോബിച്ചേട്ടൻ പറയണു, കല്യാണി പറയണതും പീതാംബരം പറയണതൊക്കെ മുവഹിദുകളെ മുശ്രിക്കാക്കാനുള്ള തെളിവ്. നാണമുണ്ടോ മുസ്ലിയാരെ നിങ്ങൾക്ക്? കൊണ്ടുവന്ന ഇവർക്ക് നാണമുണ്ടോ? മുജാഹിദുകളെ ശിർക്ക് ചെയ്യുന്നു, മുജാഹിദുകൾ ജിന്നിനെ വിളിച്ച് തേടുന്നതിന് തെളിവെന്താ? പീതാംബരനും കല്യാണിക്കുട്ടിയും ജിന്നമ്പലത്തിൽ പോയിട്ട് വിളിച്ചത്. ഇവിടെ ആരും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നില്ലെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ആരെങ്കിലും ജിന്നിനോട് പ്രാർത്ഥിക്കുവോ എന്നാ ചിലർ ചോദിക്കണേ. അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. ഇവൻ ചോദ്യം ഉണ്ടാക്കി, അവന് ജിന്നമ്പലത്തിലെ ക്ലിപ്പിടണം. ആശയദാരിദ്ര്യം കൊണ്ട് വേറൊന്നും ഇടാനല്ല. ഇപ്പൊ ഏഷ്യാനെറ്റിലെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇരുന്ന് കേൾക്കാൻ നജ്മുദ്ദീന്റെ പണി. എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ. എന്നിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കുക. ഹിദായ മൾട്ടിമീഡിയ അല്ല, ലലാല ഉൾട്ടാ മീഡിയ. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഒരു ചെക്കനും 2 നാളും മുജാഹിദ് പ്രസ്ഥാനത്ത് രാജിവെച്ചിട്ട് കാന്തപുരത്ത് ചേർന്നു എന്ന് പത്രസമ്മേളനം നടത്തി. സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടാ ഞങ്ങൾ പോയത്. അന്വേഷിച്ചു നോക്കുമ്പോ മാസങ്ങൾക്ക് മുമ്പ് കാന്തപുരം എന്റെ നിക്കാഹ് നടത്തി കൊടുത്തത്. 1 കൊല്ലം മുമ്പ് കാന്തപുരത്തിന് വേണ്ടി നെറ്റിലോ സംവാദം നടത്തിയത്. ഈ ഖുറാഫിനെ പത്രസമ്മേളനം കേട്ടിട്ട് ഹിദായക്കാരത് പ്രൊമോട്ട് ചെയ്തു, അതിട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹിദായ എന്ന സന്മാർഗം എന്ന അർത്ഥം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ലലാലത്ത്. മൾട്ടിമീഡിയ അല്ല, ഉൾട്ടാ മീഡിയ. നേരെ ഓപ്പോസിറ്റ് ആക്കുക. അവരെ പണിക്ക് എന്താണെന്നറിയോ? ഈ ജാതി ഏഷ്യാനെറ്റിലെ ക്ലിപ്പ്. എന്നിട്ട് ഇങ്ങനെ പീതാംബരനും കല്യാണിക്കും ഇങ്ങനെ പറയണ മ്യൂസിക്കുകളുടെ നടപടിയോടെ ഇങ്ങനെ ഇടുക. കണ്ടോ കണ്ടോ എന്നിട്ട് ഇങ്ങനെ ക്ലിപ്പിടുക. ആശയദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ നവമടപൂരികളെ, നിങ്ങൾക്ക് സാധിക്കോ? ഉമർ മൗലവിന്റെ ഞാൻ ഇവിടെ വായിച്ചല്ലോ. ഉമർ മൗലവി പറഞ്ഞത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തിനാ? അബ്ദുസ്സലാം സ്വല്ലമിന്റെ തൗഹീദ് തെറ്റി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടപ്പോ?
ഹനീഫ് കായക്കൊടി ഒരാളോട് പറഞ്ഞത്രേ, അയാളുടെ തൗഹീദിൽ എന്താ ഇനി കുഴപ്പം? അയാൾ കുറച്ച് ഹദീസ് നിഷേധം ഉണ്ട് എന്നല്ലാതെ പറയണം നിങ്ങള്. അവിടേക്കന്നെ ഞങ്ങൾ കൊണ്ടുപോണത്. അബ്ദുസ്സലാം സുല്ലമിക്ക് തൗഹീദിൽ തെറ്റിയില്ല. അയാളെ തൗഹീദ് 100% ശരിയാണെന്ന് പറയുന്നിടത്തേക്ക് നിങ്ങൾ എത്തി. മടവൂരികളെ പുസ്തകം നിങ്ങൾ വ്യാജ അഡ്രസ്സിൽ ഞങ്ങളെ പ്രാസംഗികന്മാർക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. കാശ് കൊടുത്ത് വാങ്ങാതെ തന്നെ നിങ്ങളെ വ്യതിയാനം നേരെ മനസ്സിലാക്കാനായല്ലോ. ചുങ്കത്തറന്ന് ഇല്ലാത്തൊരു സെന്ററിന്റെ പേരിൽ മാലിക് മറയൂരിന് മറ്റു പലർക്കും അയച്ചു കൊടുക്കുക. പോസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ വരിക. തൗഹീദും നവയാദാശികര വ്യതിയാനങ്ങളും. അപ്പൊ ഞാൻ അടുത്ത ജമിയത്തുമന്റെ പ്രസിഡന്റ് അബ്ദുസ്സലാം സുല്ലമി, വൈസ് പ്രസിഡന്റ് കരിമ്പുലാക്കൽ. കാരണം തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ 5 കൊല്ലം മുമ്പിലാണ് അവര്. 2007 ജബ്ബാർ മോലി എഴുതിയപ്പോ അവര് പറഞ്ഞ ശിർക്കാണ്. പിറ്റേന്ന് പറഞ്ഞു ഇവരിങ്ങനെ ഉരുട്ടി പുരട്ടി ശിർക്കല്ല, അബൗദികമല്ല എന്നൊക്കെ പറഞ്ഞ് 2012 അവസാനം പറഞ്ഞു നോക്കുമ്പോ എന്താ മടവൂരി പറഞ്ഞു തന്നെ. അപ്പറഞ്ഞേനെ മടവൂരി 5 പറഞ്ഞ എന്താ പേരും പറഞ്ഞു. ഇപ്പൊ നവമടവൂരികളെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉമർ പോലി പറഞ്ഞ ശിർക്കാണെന്ന് പറയാൻ? സുഹൃത്തുക്കളെ, ഇവര് തിരുവനന്തപുരത്ത് വിശദീകരിക്കാൻ പോയിട്ട് ആളുകളെ ചോദ്യത്തിന് മുമ്പിൽ നിക്കക്കള്ളിയില്ലാതെയായി. അപ്പോൾ ഹനീഫ കായക്കൊടി പറയുന്നത് കേട്ടോളൂ, കുംഭസാരം കേട്ടോളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അതും തേടാന്നില്ല. ചോദിച്ചാൽ ശിർക്കല്ല. ചോദിക്കാന്നുണ്ടോ? ഇല്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കല്ല. ചോദിക്കാന്നുണ്ടോ? ഇല്ല, ചോദിക്കാൻ പാടില്ല. അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്, അതുകൊണ്ട് ഹറാമാണ് എന്നാ എന്റെ വാദം. അപ്പൊ ഒരു വാദം എനിക്കില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എനിക്കും ജബ്ബാർ മൗലവിക്കും കൂടെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വാദമുണ്ട്, സഹായിക്കാമെന്ന് വാദമുണ്ടെന്ന് TP പോലുള്ളവർ പ്രസംഗിച്ചു, അല്ലെ? സനബി പ്രസംഗിച്ചു. അങ്ങനെ നിങ്ങൾ മുസ്ലിം കേരളത്തിൽ പലയിടത്തും വിളിച്ചുകൂട്ടി. എന്തിന്റെ പേരിൽ? കേരള ജംഇയ്യത്തുൽ ആദർശ വിശദീകരണം എന്ന പേരിൽ. എന്നിട്ട് മുജാഹിദുകളെ ഭിന്നിപ്പിച്ചു, തമ്മിൽ തല്ലിച്ചു, പള്ളികളിൽ പ്രശ്നമുണ്ടാക്കി, മദ്രസകളിൽ പ്രശ്നമുണ്ടാക്കി, ഇസ്രായേൽ സെന്ററിൽ പ്രശ്നമുണ്ടാക്കി. ഇതാ ശിർക്കിലേക്ക് പോയി എന്നും പറഞ്ഞ് സംഘടന പിടിച്ചെടുത്തു. സംഘടന പിടിക്കാനുള്ള തന്ത്രമായിരുന്നു അത്. മുജാഹിദുകൾക്ക് വേഗണ്ടല്ലോ, ശിർക്കിലേക്ക് പോയി. ശിർക്കിലേക്ക് പോവുക, ഇന്നഞ്ഞ് വിട്ടുകൂടാ എന്ന് പറയല്ലോ. മൈലേജ് കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച മുറിവൈദ്യമായിരുന്നു അത്. പച്ചക്കളവ്. അതും ആരോപണങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആരോപണം നിങ്ങൾ നടത്തി മുജാഹിദുകളെ ചേരിതിരിച്ച് തമ്മിലടിപ്പിച്ചിട്ട് അവസാനം പോയി നാണമില്ലാതെ കുമ്പസരിക്കാണ്. സക്കരിയ സലാഹിക്ക് പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, സക്കരിയ സലാഹിക്ക് സഹായം തേടാമെന്ന് വാദമില്ല, ദൂരെയുള്ള ജിന്നിനോട് ഭൗതിക കാര്യങ്ങൾ ചോദിക്കാമെന്നും വാദമില്ല. പിന്നെയോ തൊട്ടടുത്തുള്ള ഒരു ജിന്നിനോട് അതിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ വല്ലതും ചോദിച്ചാൽ അത് ശിർക്കല്ല. അത് വളരെ അപകടകരമായ വാദമാണ്. ആ അപകടകരമായ വാദം പൊമ്മർമൂലിന്റെ ഞാൻ വായിച്ചത്, പാലത്തിന്റെ ഞാൻ വായിച്ചത്, അല്ലേ? അതാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് ജിദ്ദയില്. ഇപ്പൊ 2012 എത്തിയപ്പോ അപകടം. എലക്ഷൻ വന്നപ്പോഴാണ് അത് അപകടമായത്. കേന്ദ്രം എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴാണ് അപകടമായത്. ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ മലക്കുകളും ജിന്നും വരും. അത് കൈവിൽപ്പെട്ട സഹായം പ്രതീക്ഷിക്കല. കണ്ടോ? യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ച ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ ആര് വരും? മലക്കും ജിന്നും വരുന്നു, പ്രതീക്ഷിക്കാം. അതാണ് ഹദീസിലെ ഉപദേശം എന്നെഴുതി. അത് തന്നെയാണ് സൽസബിന്റെ അഭിപ്രായം ഉമർ മൗലവി എഴുതി. ആ വാദപ്പ വലിയ അപകടമായിട്ടാണ്
ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങള്, അബ്ദുറഹ്മാൻ സലഫി പറയാണ്, നമ്മൾ നരകത്തിലേക്കും ജിന്നിലേക്കുമാണ് വിളിക്കുന്നത്, അവർ സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്. കേട്ടോളി, ജനങ്ങളെ വിളിച്ചോട്ടി പറയാണ്. യാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാത്ത് വതദ്ഉനനി ഇലൻ നാർ. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് വിളിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്കും വിളിക്കുന്നു. അദ്ഉകും തദ്ഉനനി ലിഅക്ഫുറ ബില്ലാഹ്. നിങ്ങൾ എന്നെ വിളിക്കുന്നത് അല്ലാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക്, ശിർക്ക് ചെയ്യുന്നതിലേക്കാണ്. അതിലേക്കാണ്, ശിർക്കിലേക്കാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, കുഫറിലേക്കാണ് എന്നെ വിളിക്കുന്നത്. വഅദ്ഉകും, ഞാൻ നിങ്ങളെ വിളിക്കുന്നതോ ഇലൽ അസീസിൽ ഗഫാർ, റബ്ബിലേക്കാണ് വിളിക്കുന്നത്. നിങ്ങൾ ജിന്നിലേക്ക് വിളിക്കുന്നു, ഞങ്ങൾ റബ്ബിലേക്ക് വിളിക്കുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നു, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നു. ഇത് വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. ഇത് ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട റജുലുൻ മുഅ്മിനുൻ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ വാക്ക് അല്ലാഹു ഖുർആനിൽ ഉദ്ധരിച്ചതാണ്. അതാണ് ഇവിടെ നോക്കേണ്ടത്. ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ പറഞ്ഞു നടക്കുന്ന ആളുകൾ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്. അതാണ് രക്ഷാമാർഗം. നേരെ മറിച്ച് ശിർക്കിലേക്കാണ്, ജിന്നിനോട് സഹായം ചോദിക്കുന്നതിലേക്ക്, ജിന്നിന്റെ അടുക്കലേക്കാണ് വിളിക്കുന്നത്, ശിർക്കിലേക്കാണ് വിളിക്കുന്നത്, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. ആ ഒരു വികാരമാണ് ഈ പറഞ്ഞു പോയത്. എന്താ വികാരം? കേന്നം പിടിച്ചെടുക്കണം. അതിന് ഖുർആൻ വരെ ദുർവ്യാഖ്യാനം. ആ ആയത്തിൽ ജിന്നിലേക്ക് വിളിക്കുന്നുണ്ടോ? ഉണ്ടോ? പറയണം നമ്മുടെ ഊരികളെ, നിങ്ങള് അള്ളാന്റെ ഖുർആൻ ഒതിട്ട് പച്ചക്ക് കളവ് പറയാ, ഞാൻ നിങ്ങളെ ജിന്നിലേക്ക് ക്ഷണിക്കുന്നു എന്ന ആയത്തിലുണ്ടാ? എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്നെ ജിന്നിലേക്ക് ക്ഷണിക്കുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്താണ് ആ വികാരം? കേന്നം പിടിച്ചെടുക്കണം. പിടിച്ചെടുത്ത കേന്നമ്മിന്റെ അധികാരം നിലനിർത്തണം. അതിനു വേണ്ടിയുള്ള പച്ച കളവ് പറയാണ്. ഈ മുശ്രിക്കാക്കൽ സമ്മേളനത്തിനും ടി പി പങ്കെടുത്തു, മൂന്നിലും പങ്കെടുത്തു മൂപ്പര്. എന്നിട്ട് സുഹൃത്തുക്കളെ, പിശാചിനെ കുറിച്ച് പറഞ്ഞ് അവസാനം എന്തായി തറിയോ? പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. ഒരു ഉദാഹരണമാണ് അപ്പൊ കാണിച്ചത്. ഇതിപ്പോ തുടങ്ങിയതല്ല. നമ്മുടെ അബ്ദുസലാം സുല്ലമി ഈ വിവാദം തുടങ്ങിയപ്പോ പിശാചിനെ പേടിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. 2007 ഉള്ളവൻ അതിന് മറുപടി കൊടുത്തു. ഒരൊറ്റായത്ത് മതിയടാ, ഇവരെല്ലാ വാദത്തെയും പൊളിച്ചാന്നും പറഞ്ഞിട്ട്. ഏതായാലും ഇയാളിപ്പോ പറയുന്നത് ഒരൊറ്റായത്ത് മതി ഇവരെ എല്ലാ വാദത്തെയും പൊളിക്കാൻ, അത് പഠിച്ചു വെച്ചോളി എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കേട്ടോളി നിങ്ങളെ പൊട്ടത്തരം. സൂറത്ത് ആൽ-ഇംറാൻ 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ. സൂറത്ത് ആൽ-ഇംറാൻ 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ പഠിച്ചേക്കി. രണ്ടേ ആയത്തുകൾ പഠിച്ചാൽ മതി, അത് വിശദീകരിക്കുന്നുണ്ട്. ജിന്നിനും ശൈത്താനിനെ കുറിച്ചുള്ള എല്ലാ കാരണ പേടികൾക്കും നീങ്ങും. രണ്ടായത്ത്. ഒന്ന് ആൽ-ഇംറാനിലെ 175-ാമത്തെ ആയത്ത്. മറ്റേ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇവർക്ക് ഒറ്റ ആയത്ത് മതി നമുക്ക് ഇവരെല്ലാം പൊളിച്ചാല്. ഇങ്ങനെയുണ്ട് ഒക്കെ പൊളിക്കണ ആയത്ത് കേട്ടോളിട്ടോ, മടൂജൽ എഴുതി വെച്ചോളി. ഇന്നമാ ദാലികും ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. ശൈത്താനെ പേടിക്കേണ്ട ആയത്താണ്. എല്ലാ പേടിയും വാദം മുഴുവൻ പൊളിക്കാട്ടോ കേട്ടോളി. എന്താ ചെറിയ മുണ്ടോ പറപ്പൂരും കൊടുത്ത അർത്ഥം? അത് നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് പിശാച് മാത്രമാകുന്നു. അവൻ തന്റെ മിത്രങ്ങളെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇതിലെവിടെ സുന്നബി ശൈത്താനെ പേടിക്കേണ്ടത്? എവിടെ മടവൂരികളെ ഏറ്റി നടക്കുന്ന മുഹദ്ദിദിന്റെ പൊട്ടപ്പോയത്തം കാണിച്ചേരും. ഒരു ശൈത്താനും കണ്ടു, ഫലാ തഖാഫൂനിന്നും കണ്ടു, വഖാഫൂനിന്നും കണ്ടു. അപ്പൊ ശൈത്താനെ പേടിക്കണ്ട. ഇത് എന്താ സംഭവം തരുമോ? ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു. അപ്പൊ യുദ്ധത്തിന് മുസ്ലിങ്ങൾ കുറച്ച് പരാജയം ഉണ്ടായല്ലോ. അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു പോകുമ്പോ പറഞ്ഞ അടുത്ത കൊല്ലം ബദറിൽ വെച്ചിട്ട് കാണാം. പക്ഷെ ബദറിന്റെ സീസൺ ആയപ്പോഴേക്ക് യുദ്ധത്തിന് ഒരുക്കം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ക്ഷാമവും മറ്റും പിടിപെട്ടു. പക്ഷെ മാനക്കേടല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പോകാതിരുന്നാൽ. അപ്പൊ അതിനോടൊരു കള്ളപ്രചരണം അയച്ചു വിട്ടു. നുഐം ബിൻ മസൂദ് എന്ന് പറയുന്ന ഒരുത്തനെ മദീനയിലേക്ക് ശട്ടം കെട്ടി അയച്ചു. ഖുറൈശികൾ മക്കയിൽ വമ്പിച്ച പടയൊരുക്കം നടത്തുന്നുണ്ട് ഇത് മദീനയിൽ പ്രചരണം നടത്താൻ. ആ പ്രചരണം ചില മുനാഫിക്കീങ്ങൾ ഏറ്റെടുത്തു, യഹൂദികളായ ശത്രുക്കളും ഏറ്റെടുത്തു. അവർ കള്ളപ്രചരണം നടത്തി. ആ കള്ളപ്രചരണം ഉണ്ടാക്കിയത് പിശാചാണ്. അതിനെപ്പറ്റി അത് പറയുന്നത്
കേട്ടോ. പക്ഷേ സത്യവിശ്വാസികളോട് പറയാണ്, ആ മുനാഫിക്കങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, ആ യഹൂദികളെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പൊ പിശാചിന്റെ മിത്രങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞിടത്ത് പിശാചിനെ പേടിക്കണ്ട, യഹൂദിനെയും മുനാഫിക്കിനെയും പേടിക്കണ്ട എന്നുള്ളത് ശൈത്താനെ പേടിക്കണ്ട. അപ്പൊ ശൈത്താനും കണ്ടു ഫലാത്ത ഖാഫൂന്നും കണ്ട് അടിച്ചു വിടുക, ഒറ്റ മതി നമുക്ക്, ഒക്കെ പൊളിച്ച നല്ല പൊളിക്കല. അതിന്റെ മേലത്തെ ആയത്ത് എന്താണെന്നറിയോ? അതേറ്റ് ബന്ധപ്പെട്ട ആയത്താണ് 153 154. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, അവരെ ഭയപ്പെടണം എന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സഹാബികൾക്ക് ഈമാൻ വർദ്ധിച്ചു. മാത്രമല്ല അവർ പറഞ്ഞു, അതായത് സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവനത്രേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉഹദ് യുദ്ധത്തിന് ശേഷം ഉണ്ടായ ആ കള്ളപ്രചരണത്തെ കുറിച്ചുള്ള അടിക്കുറിപ്പ് ചെറിയ മുണ്ടം കൊടുക്കാണ്. അമാനി മൗലവി കൊടുത്ത അടിക്കുറിപ്പ് കേട്ടോളി. മദീന വ്യാഖ്യാനം. മദീനയെ ആക്രമിക്കുവാൻ ഖുറൈശികൾ വമ്പിച്ച സൈന്യശേഖരം നടത്തുന്നുണ്ട്, അവർ ഈ രാജ്യം നശിപ്പിച്ചേക്കും, അവരെ ഭയപ്പെട്ടുകൊള്ളണം എന്നിങ്ങനെ മുകളിൽ കണ്ടതുപോലെയുള്ള ഭീഷണികളും കള്ളപ്രചരണങ്ങളും ഒക്കെ പിശാചിന്റെ വകയാണ്. അവനും അവന്റെ അനുയായികളുമാണ് അതിന്റെ വക്താക്കൾ. അവന്റെ ബന്ധുക്കളായ അവിശ്വാസികളെ കുറിച്ച് നിങ്ങളിൽ ഭയം ജനിപ്പിച്ച് നിങ്ങളെ നിർവീര്യരാക്കി മുതലെടുക്കുകയാണ് അവന്റെ ലക്ഷ്യം. അത്തരം ഭീഷണിക്കൊന്നും സത്യവിശ്വാസികളായി നിങ്ങൾ വഴങ്ങരുത്. സത്യവിശ്വാസികളായ സ്ഥിതിക്ക് നിങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്ന് സാരം. അപ്പൊ അല്ലാഹുവിനെ ഭയപ്പെടണം, പിശാചിന്റെ മിത്രങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞത് പിശാചിനെ പേടിക്കണ്ട എന്നാക്കി വ്യാഖ്യാനിച്ചു. പക്ഷേ ഇയാൾ പറഞ്ഞ വലിയ ആനക്കാരിച്ച് മുണിങ്ങി നടക്കല്ലേ, ഓരോന്നിന്റെ നടത്തം. അപ്പോ 2007 ഇവര് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ അതിന് വ്യക്തമായ മറുപടി അന്ന് കൊടുത്തതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടത്. ഖുർആന്റെ പേരിൽ പോലും കളവ് പറയാൻ തുടങ്ങി. ഇത് ഇപ്പോ പുതിയൊരു പുസ്തകം KJയുടെ പേരിൽ ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അത് അബ്ദുറഹ്മാൻ സലഫിന്റെ ബുക്കാന്നുള്ളതിന്റെ തെളിവ് പലതും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു തെളിവായത് ഈ ആയത്തിനെ ഈ പുസ്തകത്തിലും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ആല ഇമ്രാനിലെ 175-ാമത്തെ ആയത്ത് ഈ പുസ്തകത്തിലും എടുത്തു കൊടുത്തിട്ടുണ്ട്. എടുത്തു കൊടുത്തിട്ടുള്ള എന്താണെന്നറിയോ? ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അർത്ഥത്തിൽ തെറ്റിച്ചൊന്നുമില്ല. നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് പിശാചു മാത്രമാകുന്നു. അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. എന്നിട്ട് ഇബ്നു കസീറിന്റെ ഒരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. ഇബ്നു കസീറിന്റെ ഉദ്ധരണിയിൽ തട്ടിപ്പ് നടത്തി അവന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ ഭയപ്പെടുത്തുകയും അവർ ബ്രാക്കറ്റിൽ പിശാചുക്കൾ കരുത്തരും നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ കഴിയുന്നവരുമാണെന്ന ധാരണ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ഇതിന്റെ മുമ്പത്തെ വചന ഇസ്ലാം പിശാചിനെ ഭയപ്പെട്ട് അസ്വസ്ഥ മനസ്കരായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവായിട്ടാണ് പിശാചിനെ പേടിക്കേണ്ട തെളിവായിട്ട് ആയത്ത് കൊടുത്തത്. അപ്പൊ അബ്ദുസ്സലാം സുല്ലമി അന്ന് നടത്തിയ ദുർവ്യാഖ്യാനം ഈ നവമടവൂരികൾ ഏറ്റെടുത്തു. അവരിപ്പോ അത് പുസ്തകത്തിൽ വച്ചടിച്ചു വന്നു. KJയുടെ പേരിലുള്ള GPRS ജിന്ന് പിശാച് റുക്യ ശറയ്യ എന്ന ഈ പുസ്തകത്തിൽ അത് അച്ചടിച്ചു വന്നു. ഇത് മാത്രല്ല സുഹൃത്തുക്കളെ, ഇവിടെ വരമൊഴിയിൽ തന്നെ അബ്ദുസ്സലാം സുല്ലമി വേറൊരായത്ത് കെട്ടിയിരുന്നു. മാശത്തും ഖൽഖ സമാവാതി വല്ലർലി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തും മുത്തഖിദൽ മുദല്ലീന അലുദാ. സൂറത്ത് കഹ്ഫ് 51. അത് ഞങ്ങൾ പിടികൂടി. അവസാനം ശബാബിൽ ഒരു തിരുത്തു കൊടുത്തു. പക്ഷേ അർത്ഥത്തിലെ തിരുത്തു കൊടുത്തുള്ളൂ, വിശദീകരണം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതേ വിശദീകരണം ഇപ്പൊ മടവൂരികളെ KJയുടെ പ്രസിഡന്റായ അബ്ദുൽ ഹമീദ് മദനിയും ഇതേ വാദം ഈ ആയത്ത് ഉദ്ധരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇത് അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുന്നത് കേട്ടോളി. 2009 എവിടുന്ന് അത് വന്നതെന്ന് മനസ്സിലാക്കിക്കോളി നിങ്ങൾ. 2007 ഞാൻ ഇത് പ്രസംഗിച്ചു എന്ന് മാത്രല്ല, ആ കാസറ്റ് മുജാഹിദുകളൊക്കെ കേട്ടു. ഇത് തനിച്ച ദുർവ്യാഖ്യാനമാണ്. ആ കാസറ്റ് നമ്മളെ നേതാക്കന്മാർ പലരും പ്രശംസിക്കാൻ ചെയ്തിട്ടുള്ള എന്നോട്. നല്ല കാസറ്റ് നമ്മൾ പലർക്കും കൊടുത്തിട്ടുണ്ട്, പലർക്കും സോക്കടൻ മാറി എന്ന് പറഞ്ഞ് ഈ പാലത്തടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്ര നമ്മൾ വിശദീകരണം അങ്ങനത്തെ കാസറ്റാണിത്. പക്ഷെ അത്ര വ്യക്തമായി പറഞ്ഞിട്ടും അതേ വാദം ഇവരേറ്റെടുത്തു. 2009 എടവണ്ണ ജാമ്യയിൽ വെച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ അവിടെ നിന്നുള്ള എല്ലാ ഫിത്തനയും ഹോൾസെയിൽ വരുന്നത് അതിന്റെ കേന്ദ്രം അവിടെയാണല്ലോ. അവിടെ പറഞ്ഞു ഇയാൾക്ക് പറഞ്ഞു കേട്ടോളി.
അബ്ദുറഹ്മാൻ സലഫി. യുഖവ്വിഫു ഔലിയാഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇന്നമാ ദാലികും ശൈത്താനു യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും. സൂറത്ത് ആലു ഇമ്രാനിലെ 175-ാമത്തെ വചനം. പിശാച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. കണ്ടോ, ഖുർആന്റെ പേരിൽ നോണ എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഖുർആൻ എങ്ങനെ വ്യക്തമാക്കിയണോ? വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന ആയത്തിന്റെ അർത്ഥം പകുതി കട്ടിട്ടാ പറയുന്നത്. നിങ്ങൾ അവനെ പേടിക്കരുത്. അങ്ങനെ ഖുർആനിലുണ്ടോ? അവരെ നള്ളു ഫലാ തഖാഫൂഹും. അതാരെയാണ്? ഇപ്പൊ ജമിയത്തുലമക്ക് നമ്മള് പല ആളുകളും ഒപ്പിട്ട് കൊടുത്തതിലൊക്കെ എടുത്തു കൊടുത്തതാ. ഞാൻ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ വായിക്കാം. തഫ്സീർ ഇബ്നു അബ്ബാസ്, യുഖവ്വിഫു ഔലിയാഹു യഖൂലു യുഖവ്വിഫുകും ബിഔലിയാഇഹിൽ കുഫാർ. കണ്ടോ, പിശാച് അവന്റെ മിത്രങ്ങളായ കാഫിറുകളെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. ഫലാ തഖാഫുഹും, അവരെ നിങ്ങൾ പേടിക്കരുത്. ബിൽ ഖുറൂജി, യുദ്ധത്തിന് പുറപ്പെടാൻ. മുശ്രിക്കീങ്ങൾ വലിയ ബേജാറാണ്ടങ്ങള്, യുദ്ധത്തിന് പുറപ്പെടാൻ പേടിക്കണ്ട. വഖാഫൂനി ബിൽ ജുലൂസ്, കണ്ടോ, നിങ്ങൾ എന്നെ പേടിച്ചോളീ. ഫതുൽ ഖദീറിൽ എന്താ പറഞ്ഞത്? വൽ മഅന അന്ന ശൈത്താന യുഖവ്വിഫുൽ മുഅ്മിനീന ഔലിയാഅഹു വഹുമുൽ കാഫിറൂൻ. ശൈത്താൻ മുഅ്മിനീങ്ങളെ അവന്റെ മിത്രങ്ങളെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കും. അവരാരാണ്? സത്യനിഷേധികളാണ്. ഫലാ തഖാഫൂഹും ഐ ഔലിയാഅഹു, നിങ്ങൾ അവരെ പേടിക്കരുത്. അതായത് പിശാചിന്റെ മിത്രങ്ങളെ പേടിക്കരുത്. അല്ലദീന യുഖവ്വിഫുകും ബിഹിമുശ് ശൈത്താൻ, അവരെ കുറിച്ച് പറഞ്ഞ് ശൈത്താൻ നിങ്ങളെ പേടിപ്പിക്കും. ഔ ഫലാ തഖാഫുൻ നാസൽ മദ്കൂരീന ഫീ ഖൗലിഹി ഇന്നന്നാസ ഖദ് ജമഊ ലക്കും.